ഇത്തരം വിഷയം വരുന്ന സമയത്ത് ടാർഗറ്റ് ചെയ്യാൻ പറ്റാത്ത അവസരത്തിൽ അത് കമ്പനി അവർ സാലറികൾ ബ്ലോക്ക് ചെയ്യുകയോ അല്ലെങ്കിൽ കമ്പനിയിൽ നിന്ന് പിരിച്ചുവിടുകയോ ചെയ്യുന്ന ഒരവസ്ഥ വരാറുണ്ട്. മരണത്തിന് തൊട്ട് കുറച്ച് ദിവസങ്ങൾ മുമ്പ് തന്നെ മാനസികമായിട്ട് സംഘർഷം അദ്ദേഹത്തിന് ഉണ്ടായിരുന്നു. ഇത്തരത്തിലുള്ള ഹരാസ്മെൻറ്റിനെതിരായിട്ട് ഒരു നിയമപരിരക്ഷ ഉണ്ടാവണം എന്നുള്ളതാണ് BMSRA ആവശ്യപ്പെടുന്നത്. നമസ്കാരം. ഇക്കഴിഞ്ഞ ദിവസമാണ് തിരുവനന്തപുരം പൂജപ്പുര സ്വദേശിനിയും അതുകൂടാതെ മെഡിക്കൽ റെപ്രസെൻറ്റേറ്റീവ് കൂടിയായ ബി മിഥുൻ വീടിനുള്ളിൽ ജീവനൊടുക്കിയത്. മിഥുൻ്റെ കുടുംബം ഒരു പ്രധാന ആരോപണം ഉന്നയിച്ചിട്ടുണ്ട്. അതായത് മേലുദ്യോഗസ്ഥരുടെ കടുത്ത മാനസിക പീഡനം മൂലമാണ് മിഥുൻ ഇത്തരത്തിൽ ജീവനൊടുക്കിയത് എന്നാണ്. എന്തായാലും ഈ ഒരു വിഷയത്തിൽ വലിയ രീതിയിലുള്ള പ്രതിഷേധമാണ് മെഡിക്കൽ റെപ്രസെൻറ്റേറ്റീവുകൾ നിലവിലിപ്പോൾ ഉയർത്തിയിരിക്കുന്നത്. ഈ ഒരു സാഹചര്യത്തിൽ BMSRA എന്നുള്ള സംഘടന വലിയ രീതിയിലുള്ള പ്രതിഷേധവുമായി രംഗത്ത് വന്നിരിക്കുകയാണ്. ഈ മിഥുൻ്റെ മരണവുമായി ബന്ധപ്പെട്ട് വലിയ ആരോപണങ്ങളാണ് കുടുംബമടക്കം നിലവിലിപ്പോൾ ഉന്നയിക്കുന്നത്. അതായത് കടുത്ത മാനസിക സമ്മർദ്ദം, നിങ്ങളുടെ ജോലിയെ സംബന്ധിച്ചും വലിയ സമ്മർദ്ദം തന്നെയാണല്ലേ? തീർച്ചയായിട്ടും നമ്മുടെ ജോലിയെ സംബന്ധിച്ച് ഈ ടാർഗറ്റുമായിട്ട് ബന്ധപ്പെട്ടിട്ട് കമ്പനികൾ നിരന്തരമായിട്ട് ടാർഗറ്റ് വർദ്ധിപ്പിക്കുകയും അത് അച്ചീവ് ചെയ്യാനായിട്ട് തൊഴിലാളികൾക്ക് സാധിക്കാത്ത അവസ്ഥ വരികയും ചെയ്യുന്നുണ്ട്. അപ്പോൾ അതുകൊണ്ട് നിരന്തരമായിട്ട് ഇത്തരം വിഷയം വരുന്ന സമയത്ത് ടാർഗറ്റ് ചെയ്യാൻ പറ്റാത്ത അവസരത്തിൽ അത് കമ്പനി അവർ സാലറികൾ ബ്ലോക്ക് ചെയ്യുകയോ അല്ലെങ്കിൽ കമ്പനിയിൽ നിന്ന് പിരിച്ചുവിടുകയോ ചെയ്യുന്ന ഒരവസ്ഥ വരാറുണ്ട്. അപ്പോൾ അതുകൊണ്ട് തീർച്ചയായിട്ടും അവരുടെ കുടുംബജീവിതത്തിൽ മുന്നോട്ട് പോകാനായിട്ട് അവർക്ക് സാധിക്കാത്തൊരവസരം വരുന്ന സമയത്ത് അവർ കൃത്യമായിട്ടും അവർക്കൊരു മാനസികമായിട്ടുള്ള സംഘർഷം ഉണ്ടാകുന്നുണ്ട്. അത് ഒരു തൊഴിലാളി വിരുദ്ധ നടപടിയാണ് കമ്പനികൾ. അബട്ട് എന്ന കമ്പനി മാത്രമല്ല മറ്റെല്ലാ കമ്പനികളും ഇത്തരത്തിലുള്ള പ്രവണത ആവർത്തിക്കുന്നുണ്ട് എന്നുള്ളതാണ്. അതിനെതിരായിട്ടാണ് BMSRA ഈ സംസ്ഥാന വ്യാപകമായിട്ട് ഇന്ന് ഒരു സമരപരിപാടികൾ ആസൂത്രണം ചെയ്തിരിക്കുന്നത്. മറ്റ് ജില്ലകളിലെല്ലാം തന്നെ ഇത്തരത്തിലുള്ള ധർണയും കളക്ടറേറ്റ് ധർണയും തിരുവനന്തപുരത്ത് സെക്രട്ടേറിയറ്റ് ധർണയും നിശ്ചയിച്ചിരിക്കുന്നത് അതുമായി ബന്ധപ്പെട്ടിട്ടാണ്. ഈ മിഥുൻ ജോലി രാജിവെക്കാൻ ഒരുങ്ങിയപ്പോൾ മിഥുനെ ഭീഷണിപ്പെടുത്തി എന്നുള്ളൊരു ആരോപണം, അത് ശരിയാണോ? അത് മാനേജ്മെൻറ്റിൻ്റെ ഭാഗത്തുനിന്ന് ഭീഷണിപ്പെടുത്തി എന്നുള്ളതാണോ? പക്ഷേ അങ്ങനെ ഉണ്ടോ എന്നുള്ളത് അറിയില്ല. പക്ഷേ മാനസികമായിട്ടുള്ള സംഘർഷം ഉണ്ടായിരുന്നു എന്ന് നമുക്ക് അവരുടെ കുടുംബാംഗങ്ങളുമായിട്ട് സംസാരിക്കുന്ന സമയത്ത് നമുക്ക് മനസ്സിലാക്കാനായിട്ട് സാധിച്ചതാണ്. ഈ മരണത്തിന് തൊട്ട് കുറച്ച് ദിവസങ്ങൾ മുമ്പ് തന്നെ മാനസികമായിട്ട് സംഘർഷം അദ്ദേഹത്തിന് ഉണ്ടായിരുന്നു. ഇത് ഈ ടാർഗറ്റുമായിട്ട് ബന്ധപ്പെട്ടിട്ട് തന്നെ ആയിരുന്നു എന്നുള്ളതാണ്. സെയിൽസുമായിട്ട് ബന്ധപ്പെട്ടിട്ട് അത് അച്ചീവ് ചെയ്യാനായിട്ട് സാധിക്കുന്നില്ല. പിന്നെ സ്റ്റോക്കിസ്റ്റുകളിൽ അമിതമായിട്ട് സ്റ്റോക്കുണ്ട്, അത് ലിക്വിഡേറ്റ് ചെയ്യാനായിട്ട് ഇദ്ദേഹത്തിന് സാധിക്കുന്നില്ല. അതുമായി ബന്ധപ്പെട്ട് മാനേജർമാർ അദ്ദേഹത്തിന് ഒരു സഹായവും ചെയ്യുന്നില്ല എന്നുള്ളതായിരുന്നു അദ്ദേഹത്തിൻ്റെ ആരോപണം. അത് നമുക്ക് കുടുംബാംഗങ്ങളുമായിട്ട് സംസാരിക്കുന്ന സമയത്താണ് മനസ്സിലാക്കാനായിട്ട് സാധിച്ചത്. BMSRA ഇതിൻ്റെ വിഷയത്തിൽ എന്താവശ്യമാണ് ഉന്നയിക്കുന്നത്? ഒന്ന്, ഇതിൻ്റെ വിഷയം മാത്രമല്ല, എല്ലാ തൊഴിലാളികളെയും മെഡിക്കൽ രംഗത്തുള്ള എല്ലാ തൊഴിലാളികൾക്കും ഈ ഒരു പരിരക്ഷ നൽകണം എന്ന ഇത്തരത്തിലുള്ള ഹരാസ്മെൻറ്റിനെതിരായിട്ട് ഒരു നിയമപരിരക്ഷ ഉണ്ടാവണം എന്നുള്ളതാണ് BMSRA ആവശ്യപ്പെടുന്നത്. കൂടാതെ ഈ മരണത്തിൽ 26 വയസ്സായിട്ടുള്ള മിഥുനാണ് മരിച്ചിരിക്കുന്നത്. അദ്ദേഹം എത്ര കാലം ജീവിക്കേണ്ട ഒരാളാണ്. അപ്പോൾ അദ്ദേഹത്തിൻ്റെ കുടുംബത്തിന് ന്യായമായിട്ടുള്ള ഒരു നഷ്ടപരിഹാരം കമ്പനി നൽകണം എന്നുള്ളതാണ് BMSRAയുടെ പ്രധാനപ്പെട്ട ആവശ്യം. താങ്കളുടെ പേര്? എൻ്റെ പേര് വിമൽ എന്നാണ്. BMSRA സംസ്ഥാന സെക്രട്ടറിയാണ്. എന്തായാലും കുടുംബം ആരോപിക്കുന്നത് മേലുദ്യോഗസ്ഥരുടെ കടുത്ത മാനസിക പീഡനമാണ് നടന്നിരിക്കുന്നത് എന്നുള്ളതാണ്. ടാർഗറ്റിൻ്റെ പേരിൽ കമ്പനി ഉദ്യോഗസ്ഥരിൽ നിന്ന് മിഥുന് കടുത്ത സമ്മർദ്ദമുണ്ടായിരുന്നു. ജോലി രാജിവെക്കാൻ ഒരുങ്ങിയപ്പോൾ ഭീഷണിപ്പെടുത്തി. മിഥുൻ്റെ മരണത്തിന് കാരണക്കാരായ സ്വകാര്യ ആയുർവേദ മരുന്ന് കമ്പനിക്കും അവിടുത്തെ ഉദ്യോഗസ്ഥർക്കുമെതിരെ നിയമ നടപടി സ്വീകരിക്കണമെന്നും കുടുംബാംഗങ്ങൾ ആവശ്യപ്പെടുന്നുണ്ട്. ബുധനാഴ്ച പുലർച്ചെയാണ് പൂജപ്പുര തമലം സ്വദേശിയായ മിഥുനെ വീടിനുള്ളിൽ തൂങ്ങി മരിച്ച നിലയിൽ കണ്ടെത്തിയത്. സംഭവത്തിൽ മിഥുൻ്റെ പിതാവ് ബിജു അടക്കമുള്ളവർ ഇക്കഴിഞ്ഞ ദിവസം പൂജപ്പുര പോലീസിന് മൊഴി നൽകിയിരുന്നു. ജോലിയിലെ കടുത്ത സമ്മർദ്ദം മിഥുൻ നേരത്തെ വീട്ടുകാരുമായി പങ്കുവച്ചിരുന്നു. രാജിക്കായുള്ള തീരുമാനത്തിന് കുടുംബം പിന്തുണയും അറിയിച്ചിരുന്നു. ഇതിനിടെ 14-ന് ആയുർവേദ കമ്പനിയിലെ ഉദ്യോഗസ്ഥരിൽ ചിലർ മിഥുനെ തമ്പാനൂരിലെ ഹോട്ടലിൽ വിളിച്ചു വരുത്തി അധിക്ഷേപിച്ചു. ജോലി രാജിവെക്കണം എന്ന് അറിയിച്ചപ്പോൾ മറ്റൊരു സ്ഥാപനത്തിലും ജോലി ചെയ്യാൻ അനുവദിക്കില്ല എന്ന് പറഞ്ഞ് സെയിൽസ് മാനേജർമാർ ഭീഷണിപ്പെടുത്തിയതായി മുത്തച്ഛൻ ജഗതി രാജൻ ആരോപിക്കുന്നു. പിറ്റേന്ന് പുലർച്ചെയാണ് മിഥുൻ ജീവനൊടുക്കുന്നത്. മിഥുൻ്റെ ആത്മഹത്യാക്കുറിപ്പിലും 14-ന് നടന്ന സംഭവത്തെക്കുറിച്ച് പരാമർശമുണ്ട് എന്ന് കുടുംബാംഗങ്ങൾ പറഞ്ഞു വയ്ക്കുന്നു. എന്തായാലും ഇതിന് പിന്നാലെയാണ് മിഥുൻ നിലവിലിപ്പോൾ ജീവനൊടുക്കിയിരിക്കുന്നത്.
ഒരു കുടുംബത്തിൻ്റെ അത്താണിയാണ് ഇപ്പോൾ നഷ്ടപ്പെട്ടിരിക്കുന്നത്. ഇതിൽ വലിയ പ്രതിഷേധമാണ് BMSRA എന്ന സംഘടന ഉയർത്തിയിരിക്കുന്നത്. എന്തായാലും മിഥുൻ്റെ കുടുംബത്തെ സംബന്ധിച്ച് ഒരു തീരാ നഷ്ടമാണ്. ഒരു യുവാവാണ് അവർക്ക് നഷ്ടപ്പെട്ടിരിക്കുന്ന ഒരു കുടുംബത്തിൻ്റെ അത്താണി കൂടിയാണ്. അതുകൊണ്ട് തന്നെ സർക്കാർ കൃത്യമായി നഷ്ടപരിഹാരം നൽകണം എന്നുള്ള ആവശ്യമാണ് BMSRA എന്നുള്ള സംഘടന പ്രധാനമായും ആവശ്യപ്പെടുന്നത്. ക്യാമറമാൻ ആഷിക്കിനൊപ്പം അമൽ രുദ്ര, മറുനാടൻ മലയാളി, തിരുവനന്തപുരം.